ഹായ് മക്കളെ, ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വയലും വനവും എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഓരോ ജീവികളും അവർ താമസിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. അണ്ണാൻ എവിടെയാണ് താമസിക്കുന്നത്? മരക്കൊമ്പിലും ചില്ലയിലുമായിട്ടാണ് അല്ലേ. മീനാകട്ടെ എവിടെയാണ്? വെള്ളത്തിലായിട്ടാണ് താമസിക്കുന്നത് അല്ലേ. വെള്ളത്തിൽ താമസിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രത്യേകതകളാണ് മീനിനുള്ളത്? മക്കൾ പറഞ്ഞു നോക്കിക്കേ. വെള്ളത്തിൽ ഊളിയിടുവാനും അതുപോലെ തന്നെ വെട്ടിത്തിരിഞ്ഞ് വേഗത്തിൽ സഞ്ചരിക്കാനൊക്കെ മീനിന് കഴിയൂലേ. അങ്ങനെ സഞ്ചരിക്കാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ശരീരത്തിൻ്റെ ആകൃതി ഉള്ളത് കൊണ്ടാണല്ലേ. തോണി പോലെ രണ്ടറ്റവും കോർത്ത ശരീരമാണ് മീനിനുള്ളത് അല്ലേ. അതുപോലെ തന്നെ വഴുവഴുപ്പുള്ള ശരീരവുമാണ്. ഇതെല്ലാം മീനിനെ എന്തിനു സഹായിക്കുന്നു? ജലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സഹായിക്കുന്നു അല്ലേ. അതുപോലെ തന്നെ ജലത്തിൽ തുഴയുന്നതിനായിട്ട് അനുയോജ്യമായിട്ടുള്ള ചിറകുകളും മത്സ്യത്തിനുണ്ട് അല്ലേ. ഇത്തരത്തിൽ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ കഴിയുന്ന സവിശേഷതകളെയാണ് അനുകൂലനമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയൊരു പ്രവർത്തനം ചെയ്താലോ? കരയിൽ വസിക്കുന്നവ, ജലത്തിൽ വസിക്കുന്നവ എന്ന് പറഞ്ഞ് മക്കൾ പട്ടികപ്പെടുത്തണം കേട്ടോ. നോക്കിക്കേ, കരയിൽ വസിക്കുന്നവയിൽ ഏതെല്ലാം ഉൾപ്പെടും? ആൽ, കീരി, അണ്ണാൻ, കൊക്ക് അല്ലേ. ഈ ജീവികളൊക്കെ കരയിൽ വസിക്കുന്നവയാണ്. ഇനി അടുത്തത് ജലത്തിൽ വസിക്കുന്നവ. ജലത്തിൽ വസിക്കുന്നവ ഏതൊക്കെയാണ്? ആമ്പൽ, തവള, മീൻ, താമര, പായൽ ഒക്കെ മക്കൾക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഓരോ ജീവികളുടെയും അനുകൂലനങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. നോക്കിക്കേ മക്കളെ, താറാവ്. താറാവിന് എന്തൊക്കെ അനുകൂലനങ്ങളാണുള്ളത്? താറാവിൻ്റെ പരന്ന കൊക്കും അതുപോലെ തന്നെ തുഴ പോലുള്ള കാലുകളും എണ്ണമഴമുള്ള തൂവലുകളുമെല്ലാം താറാവിൻ്റെ അനുകൂലനങ്ങളാണല്ലേ. ഇതുപോലെ മക്കൾ മുതലയുടെ അനുകൂലനങ്ങൾ ഒന്ന് എഴുതി നോക്കണേ. ഓക്കെ മക്കളെ, നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളില്ലേ. ജീവനുള്ളവയാണ് ജീവീയ ഘടകങ്ങളെന്ന് പറയുന്നത്. ജീവനില്ലാത്തവയോ അജീവീയ ഘടകങ്ങളെന്നുമാണ് പറയുന്നത്. നമ്മൾ മനുഷ്യർ വായുവും ജലവും അതുപോലെ സൂര്യപ്രകാശത്തെയും എല്ലാം ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. എല്ലാ ജീവികളും മറ്റുള്ള ജീവീയവും അജീവീയവുമായ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നോക്കിക്കേ മക്കളെ, മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലാണ് ജീവിക്കുന്നത് അല്ലേ. അതായത് അജീവീയ ഘടകമായ വെള്ളത്തെ ജീവീയ ഘടകമായ മത്സ്യം ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആഹാരമാക്കുന്നത് എന്തിനെയാണ്? വെള്ളത്തിലുള്ള മറ്റു ചെറുജീവികളെയാണ് അല്ലേ. അപ്പോൾ മത്സ്യം ആരെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു? ജീവീയ ഘടകങ്ങളെയും അജീവീയ ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആൽമരത്തെ നോക്കിക്കേ മക്കളെ, അത് എന്താണ് ചെയ്യുന്നത്? മണ്ണിന് ഫലപുഷ്ടി നൽകുന്നു അല്ലേ. അതുപോലെ തന്നെ മണ്ണിലെ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർത്തു നോക്കിക്കേ. എല്ലാ ജീവികളും മറ്റുള്ള അജീവീയവും അതുപോലെ തന്നെ ജീവീയവുമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ എന്ത് പഠിച്ചു? അനുകൂലനം പഠിച്ചു. അതിനുശേഷം ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് ബാക്കി ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം.